സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്തുണ്ട്. കത്ത് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. മനീഷ് തമ്പി കത്തയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, 4 വർഷം ഞാൻ ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ചില പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം അവിടുത്തെ ജോലി എനിക്ക് വിടേണ്ടി വന്നു. പിന്നീട് കിട്ടിയ ജോലിയൊന്നും തൃപ്തിയും സ്ഥിരതയും ഉണ്ടായില്ല. പഴയ കമ്പനിയിൽ തന്നെ ശ്രമിച്ചാൽ ജോലി വീണ്ടും ശരിയാകുമോ എന്നറിയണം. അദ്ദേഹത്തിൻ്റെ കർമ്മബിന്ദു, അതായത് എല്ലാവർക്കും എല്ലാ തൊഴിലും ചെയ്താൽ ശോഭിക്കില്ല. ചിലർക്ക് ചില തൊഴിലിനോട് മുജ്ജന്മപരമായിട്ട് തന്നെ വാസനയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പഠിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിൽ വാഴും. ഒപ്പം ഗ്രഹനിലയും നല്ല പ്രയത്നവും എല്ലാം വന്നാൽ, ഈശ്വരാനുഗ്രഹവും എല്ലാം വന്നാൽ അതിൽ കേമിയോ ആയിപ്പോവും. ഇതിന് കമ്പനിയിൽ ഇനി ജോലി കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നിന്ന് ശമ്പളം പറ്റി ദാസ്യവൃത്തി ചെയ്തു പോകേണ്ട ഒരു ജാതകമല്ല. പിന്നെ എന്താണ്, ഇദ്ദേഹത്തിന് കർമ്മസ്ഥാനത്ത് ചൊവ്വാഗ്രഹം ബുധഗ്രഹത്തിൻ്റെ ഒത്താശയോടെ, പിൻബലത്തോടെ, താല്പര്യത്തോടെ നിൽക്കുന്ന കർമ്മകാരകനായിട്ട് ചൊവ്വാഗ്രഹം നിൽക്കുന്നു. ബഹുഭൂരിപക്ഷവും ഇൻഡസ്ട്രി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വസ്തുക്കളൊക്കെ വാങ്ങി മറച്ചു വയ്ക്കുക, അല്ലെങ്കിൽ തോട്ടങ്ങൾ മുതലായത് വാങ്ങി മറച്ചു വയ്ക്കുക. കെട്ടിടങ്ങൾ പണിതോ അല്ലെ പണി കഴിപ്പിച്ച് വച്ചിരിക്കുന്നവർ ഈ കടമൊക്കെ എടുത്ത് ലോണൊക്കെ എടുത്ത് കെട്ടിടമൊക്കെ വെച്ചിട്ട് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ നെട്ടോട്ട് ഓടുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. ചുളിവ് വിലയ്ക്ക് അതൊക്കെ വാങ്ങിയിടുക, ഇല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തേച്ച് പൈസ റെഡിയായിട്ടുള്ള ആളുകളോട് ഇരട്ടി തുക പറഞ്ഞേച്ച് ഇത് കച്ചവടമാക്കുക. എന്നിട്ട് ബാക്കി ലക്ഷങ്ങൾ അവനവൻ്റെ കീശയിലേക്ക് വരിക, അക്കൗണ്ടിലേക്ക്. റിയൽ എസ്റ്റേറ്റ് ചില ആളുകൾ അതുമായി തൊട്ടാൽ വിജയിക്കും. അവർക്കതാണ് തലേ വരച്ചിരിക്കുന്നത്. അപ്പം കെട്ടിടമൊക്കെ വെച്ച് അല്ലെ ഫ്ലാറ്റ് അല്ലെ വില്ല പഴയതോ പുതിയതോ ഒക്കെ പണിതോ അല്ലെ പഴയത് വാങ്ങി പുതിയ മിടുക്കന്മാർക്ക് കാശുള്ളവർക്ക് അല്ലെ കാശുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ ലാഭങ്ങൾ എടുക്കുക. വസ്തുക്കളോ തോട്ടങ്ങളോ എല്ലാം വാങ്ങി മുറിച്ച് വിറ്റ് കണ്ണിച്ച് കൊടുത്ത് ലാഭങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ കടകൾ പണിത് വാടകയ്ക്ക് കൊടുക്കുക. അതുപോലെ തന്നെ യാത്ര ചെയ്തും വാഹനങ്ങൾ മുഖാന്തരവും ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ച്, ചരക്ക് വണ്ടിയാവാം യാത്രാ വണ്ടിയാവാം, എത്തിച്ചിട്ട് അതിൻ്റെ ലാഭങ്ങൾ എടുക്കുക. ഇങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ്, വാഹനം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. ഇതായിരിക്കും നല്ലത് എന്ന് കാണും.